ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം പല നടിമാർക്കും ചാർത്തി കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും സിനിമാ മേഖലയിൽ താരമൂല്യം ഉയർന്നു നിൽക്കുന്ന നടിമാർക്ക് അവർക്കാണ് ഈ പേര് ചാർത്തി കൊടുക്കാറ്. പ്രത്യേകിച്ചും മലയാള ഇൻഡസ്ട്രിയിൽ നേരത്തെ മഞ്ജു വാര്യരെ പറ്റി ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴിൽ നയൻതാരയെ പറ്റി ഇത്തരം ഒരു അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലവിധ ആളുകൾക്ക്, പല താരങ്ങൾക്കും ഫീമെയിൽ വേഷങ്ങൾ ചെയ്യുന്ന, കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടിമാർക്ക് അവർ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്താൽ, അവർ അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമയിൽ താരമൂല്യത്തിൽ ഉയർന്നു നിന്നാൽ അവരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാറിനെ ഇന്ന് മലയാളത്തിൽ കാണാനായി എന്നതാണ് ഇന്നത്തെ പ്രത്യേകത എന്നുള്ളത്. അതായത് നിലവിൽ നമ്മുടെ രാജ്യത്തെ 2025 നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളി നടി ഊർവശി നടത്തിയ പരാമർശങ്ങളാണ് അവരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹരാക്കിയത് എന്നത് ആണ് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇവിടെ 2014 മുതൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ പിടിച്ചെടുത്ത RSS BJP നിയന്ത്രിത ഭരണ സംവിധാനമുണ്ട്. RSSന്റെയും BJPയുടെയും നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ്, തീവ്ര വലതുപക്ഷമാണ് 2014 മുതൽ രാജ്യത്തെ ഭരണം കൈയാളുന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഈ അടുത്ത കാലത്തായി 2024 2025 ഒക്കെ ഫിലിം അവാർഡുകളൊക്കെ നൽകപ്പെടാറ് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരാണോ സിനിമ എടുത്തത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആരാണോ നിലപാടുകൾ എടുത്തത്, അവർക്കാണ് അവാർഡുകൾ നൽകുന്നത്. എന്തോ ഒരു സമ്മാനം നൽകുന്ന പ്രതീതിയിലാണ് ഇത്തരം വർഷങ്ങൾ കാണാത്ത പ്രവണതകളാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്നുള്ളത്. ഈ ഒരു കാര്യമാണ് 2025 സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. 2025 മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകിയ ചിത്രം കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകും. കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമയ്ക്കാണ് ആ അവാർഡ് നൽകിയിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരള സ്റ്റോറിയൊക്കെ അതിന്റെ ക്വാളിറ്റി എന്താണ്, ഏതായാലും പ്രൊപ്പഗണ്ടയാണ്. ആ സിനിമയുടെ ക്വാളിറ്റി നമ്മൾ പരിശോധിച്ചാൽ അതിനേക്കാളും മോശം ഒരു സീരിയൽ ലെവലുള്ള സിനിമയാണ്. കാണുന്നവർക്ക് ആർക്കായാലും അത് മനസ്സിലാവുന്നതാണ്. ആ ഒരു പ്രൊപ്പഗണ്ടയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി, കേരളത്തിന്റെ ഭരണകൂടവും LDFും UDFും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളും മുതൽ എല്ലാ മതേതര പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്, കേരളത്തെ നാണം കെടുത്താൻ എടുത്തതാണ്, കേരളത്തെ കുറിച്ചുള്ള തെറ്റായ പ്രചരണങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്, ലവ് ജിഹാദ് എന്നുള്ള ഇല്ലാത്ത കാരണം, അന്വേഷണ ഏജൻസികൾ ഇല്ല എന്ന് പറഞ്ഞ കാര്യം, കോടതികൾ ഇല്ല എന്ന് പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ നിലവിലുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ, കേന്ദ്ര മന്ത്രിമാർ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ഇല്ല എന്ന് പറഞ്ഞ ഒരു സാധനത്തെ പറ്റി ഇത്രയോ സ്ത്രീകളെ കേരളത്തിൽ നിന്നും സിറിയയിലേക്ക് കടത്തിക്കൊണ്ട് പോയി എന്ന് പറയപ്പെടുന്ന ഒരു പ്രൊപ്പഗണ്ട സിനിമ ഇറക്കി ആ സിനിമ രാജ്യത്തുടനീളം പ്രദർശിപ്പിച്ച് ആ ഒരു വിദ്വേഷം, മുസ്ലിം വിദ്വേഷത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ സ്ഥിരപ്പെടുത്തുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായി എടുത്ത ചിത്രത്തിന് അവാർഡ് നൽകുന്നു, മികച്ച സംവിധായകനുള്ള അവാർഡ്. ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മൾ പല മേഖലയിലും, സിനിമാ മേഖലയിലായാലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് മേഖലയിലായാലും ഇവർക്കുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാരോ അവർക്ക് അവാർഡുകൾ കിട്ടുന്നു, അവർക്ക് പ്രത്യേക ഉപഹാരങ്ങൾ കിട്ടുന്നു, അവർക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുന്നു. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിട്ടുള്ളത്. ബ്ലസ്സിയുടെ ഏറ്റവും ക്വാളിറ്റി വൈസ് രാജ്യത്തിന് സമർപ്പിച്ച ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് എന്ന് പറയാവുന്ന ആടുജീവിതത്തെ പറ്റി, ആടുജീവിതം മോശം സിനിമയാണോ? നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റുള്ള സിനിമകൾക്ക് ഇപ്പോൾ അവാർഡ് കൊടുത്തത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ക്വാളിറ്റി എന്താണ്? അല്ലെങ്കിൽ അതിന് അവാർഡ് കൊടുക്കാനുള്ള മാനദണ്ഡം എന്താണ്? മികച്ച നടനും നടിക്കുള്ള അവാർഡുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഊർവശി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് മലയാള സിനിമയിലായാലും മറ്റു ഇൻഡസ്ട്രികളിലായാലും ഈ വിഷയത്തെപ്പറ്റി ആരും സംസാരിച്ചിരുന്നില്ല, ആർക്കും സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഊർവശി നടത്തിയ ഈ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു നോക്കാം. ആടുജീവിതം കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണെന്ന് അവർ പറയേണ്ടതുണ്ട്. മികച്ച നടി, മികച്ച നടൻ, ഇതൊക്കെ ഏത് മാനദണ്ഡത്തിലാണ് നൽകുന്നത് എന്ന വിശദീകരണം ആവശ്യമുണ്ട്. ഞങ്ങൾ തോന്നിയ അവാർഡ് തരും, നിങ്ങൾ വാങ്ങിക്കോ എന്നതാണ് കാലാകാലങ്ങളായുള്ള നയം. അത് നടപ്പില്ല. എനിക്ക് വേണ്ടിയല്ല, എന്റെ പിറകിൽ വരുന്ന
ആളുകളുണ്ട്. നാളുകളിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കിട്ടിയ അവാർഡും വാങ്ങി പോക്കറ്റിലിട്ട് മിണ്ടാതിരിക്കാൻ ഇത് പെൻഷൻ തുക ഒന്നുമല്ല. വിശദീകരണങ്ങൾ കിട്ടിയതിനു ശേഷം അവാർഡ് സ്വീകരിക്കണോ നിരസിക്കണോ എന്ന് ഞാനും കുട്ടേട്ടനും വിജയരാഘവനും തീരുമാനിക്കും. അതായത് ഉർവശിക്കും വിജയരാഘവനും കിട്ടിയിട്ടുള്ള അവാർഡുകൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഈ ഒരു വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്നുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ സ്റ്റേറ്റ്മെന്റ് ആണ് ഉർവശി നടത്തിയിരിക്കുന്നത്. ഇത് പെൻഷൻ തുകയൊന്നുമല്ല, കിട്ടിയത് വാങ്ങി വീട്ടിൽ പോകാൻ. ഈ ഒരു കാര്യമാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവാർഡുകൾ നൽകാനുള്ള മാനദണ്ഡങ്ങൾ ഞങ്ങൾ കൊടുക്കും, വേണമെങ്കിൽ വാങ്ങിക്കോ എന്നുള്ള ഈ ഒരു ഫാസിസ്റ്റ് സമീപനം, ഫാസിസ്റ്റ് രീതി അത് നടപ്പില്ല എന്നും ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് ഉർവശി വളരെ കൃത്യമായിട്ട് പറയുന്നുള്ളത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ കേരള സ്റ്റോറി അടക്കം അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകൾ അത് കൊടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണ്, ആ സിനിമയ്ക്കുള്ള ക്വാളിറ്റി എന്താണ്, അതിനുള്ള എന്ത് പ്രത്യേകതയാണ്, ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടാനുള്ള എന്ത് ക്വാളിറ്റിയാണ്, എന്ത് പ്രത്യേകതയാണ് ആ സിനിമയ്ക്കുള്ളത്, അത് വളരെ വ്യക്തമാക്കിയിട്ട് പറയണം. നിലവിൽ മറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റുള്ള ആളുകൾക്കും എന്താണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ആടുജീവിതം എന്നുള്ള സിനിമയ്ക്ക് എന്തുകൊണ്ട് അത് മോശം സിനിമയാണെന്നും എന്തുകൊണ്ട് അവാർഡിന് അർഹരല്ല എന്നും വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് ഉർവശി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ലേഡി സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കാൻ ആരാണ് അനുയോജ്യ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമായിട്ട് ഊർവശിയുടെ ഈ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ശക്തമായിട്ടുള്ള ഈ പരാമർശങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആധുനിക ഇന്ത്യയിൽ 2025 ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഫാസിസ്റ്റുകൾ ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിൽ ഇത്തരം ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിച്ച ഊർവശി തന്നെയാണ് ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ.